നിങ്ങളുടെ കുട്ടികള് പല രീതിയിൽ വൈകാരികമായിട്ട് ഇമോഷണലി ബുദ്ധിമുട്ട് കാണിക്കും അല്ലെ. നമുക്ക് മാനസിക പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിയും പെട്ടെന്ന് ദിവസം മാനസിക പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ കാണിക്കില്ല. ഈ മാനസിക പ്രശ്നങ്ങൾക്ക് കുറച്ച് സമയമുണ്ട്. ആ സമയം എന്ന് പറയുന്നത് പല പല മാറ്റങ്ങളിലൂടെയാണ് നിങ്ങളെ കാണിക്കുന്നത്. അവൻ കുറച്ച് മാറ്റങ്ങൾ കാണിക്കും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം അതെന്ത് മാറ്റമാണ്, എന്തിനു വേണ്ടിയിട്ടുള്ള മാറ്റമാണ് എന്ന്. അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. വൈകാരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എടുക്കാം, ചെറിയ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഭയം. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വളർച്ചയുടെ കാലഘട്ടത്തില് നിങ്ങൾ അവനെ സെക്യൂർ ചെയ്തില്ല എങ്കിൽ, സ്നേഹിച്ചില്ല എങ്കിൽ അവൻ ഈ ലോകത്ത് സുരക്ഷിതരല്ല എന്നൊരു തോന്നൽ അവനുണ്ടാകുമെന്ന് പറഞ്ഞില്ലേ. അതുപോലെ അത് വൈകാരികമായിട്ട് ബുദ്ധിമുട്ടിലാക്കും. അവൻ എല്ലാത്തിനും കരയും, എല്ലാത്തിനും ദേഷ്യപ്പെടും, എല്ലാത്തിനും അവൻ വൈകാരികപരമായിട്ടായിരിക്കും ഇടപെടുന്നത്. അവൻ ഭയങ്കര പേടിയായിരിക്കും, ഭയമായിരിക്കും, ആശങ്കയായിരിക്കും, ഉത്കണ്ഠയായിരിക്കും, പരീക്ഷയോട് പേടിയായിരിക്കും, സ്കൂളിൽ പോകാൻ പേടിയായിരിക്കും. ഇതാണ് വൈകാരികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇതിലേതെങ്കിലും പേരൻസിന്റെ കുഞ്ഞുങ്ങൾ അത് അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കണക്റ്റഡ് ആവും. ഒന്നാമത്തെ വൈകാരിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൻസൈറ്റി, ഉത്കണ്ഠയാണ്. ആ ഉത്കണ്ഠ തുടങ്ങുന്നത് നിങ്ങളെ വിട്ട് സ്കൂളിലേക്ക് വരാനുള്ള ഉത്കണ്ഠ. അവിടെ നിങ്ങളിൽ ഏതെങ്കിലും ഒരു പേരന്റിനോട് അവന് അമിതമായിട്ടുള്ള അടുപ്പമുണ്ടാവും. ആ പേരന്റിനെ വിട്ട് സ്കൂളിൽ നിന്ന് സിറ്റുവേഷനിൽ വന്നിരിക്കുമ്പോൾ അവന് വെപ്രാളമായിരിക്കും, ഭയമായിരിക്കും. അതുണ്ടാവുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞു, 5 വയസ്സിന് മുമ്പേ അവനെ നിങ്ങൾ സെക്യൂർ ചെയ്തില്ല എങ്കിൽ, സ്നേഹിച്ചില്ല എങ്കിൽ, അവന് ഈ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ 5 വയസ്സ് കഴിയുമ്പോൾ സ്കൂളിൽ വന്നിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും? ഭയങ്കര കരച്ചിലായിരിക്കും. ആ കരച്ചിൽ 10ാം ക്ലാസ് ആയാലും മാറത്തില്ല. ഭയങ്കര കരച്ചിലായിരിക്കാം, ഭയങ്കര പേടിയായിരിക്കാം, ഭയങ്കര ഉത്കണ്ഠയായിരിക്കാം, അമിത ഭയമായിരിക്കാം. ഇത് എന്റെ മകനും ഉണ്ടായിരുന്നു. നമുക്ക് സാധാരണ കുഞ്ഞുങ്ങൾക്ക് മിക്ക കുട്ടികൾക്കും ഇത് കാണും. സെപ്പറേഷൻ ആൻസൈറ്റി എന്ന് പറയും. എന്റെ മകനുണ്ടായിരുന്നു. സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊലഞ്ഞു പോട്ടെ എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ എന്തുവാ, ഇതൊക്കെ ഒന്ന് തൊലഞ്ഞിരുന്നെങ്കിൽ. അവന്റെ ഭാഗ്യം കൊണ്ട് കൊറോണ വന്നു, പിന്നെ വീട്ടിലിരിപ്പായി. അപ്പൊ അതുകൊണ്ട് സെപ്പറേഷൻ ആൻസൈറ്റി നമ്മൾ നന്നായിട്ട് കൈകാര്യം ചെയ്യണം. കൈകാര്യം ചെയ്തില്ല എങ്കിൽ 7ാം ക്ലാസ് എത്തിയാലും 8ാം ക്ലാസ്സിലെത്തിയാലും 9ാം ക്ലാസ്സിലെത്തിയാലും അവന് സ്കൂളിൽ പോകാൻ മടിയായിരിക്കും. അത് കൈകാര്യം ചെയ്യണം, അത് മനസ്സിലാക്കണം. അവൻ സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു, നിങ്ങൾ കൂടി ഒന്ന് സ്കൂളിലിരിക്കും അല്ലേ? നിങ്ങൾക്ക് എന്താ സമയം? നിങ്ങൾ സാധാരണ സ്കൂളിന്റെ ഗേറ്റ് കടത്തി അങ്ങ് വിട്ടിട്ട് നിങ്ങൾ അങ്ങ് പോകും. സാധാരണ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അങ്ങ് അമ്മ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊച്ചങ്ങ് നിർത്തിക്കോളും. ചിലപ്പോൾ നിർത്തുമായിരിക്കാം, പക്ഷെ അവിടെ കരഞ്ഞ് 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 അവൻ ആ ഭയം കൂടുകയാ ചെയ്യുന്നത്. നിങ്ങളും കൂടി അവന്റെ കാഴ്ചയ്ക്കപ്പുറം ഒന്നിരുന്നാൽ മതി. അങ്ങനെ വൈകാരികമായിട്ടുള്ള ആദ്യത്തെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്തത് ആത്മവിശ്വാസക്കുറവാണ്. അതെവിടെ തുടങ്ങി? ഈ 11 വയസ്സിനുള്ളിൽ, 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ അവൻ സുരക്ഷിതനല്ല, നിങ്ങൾ അവന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവൻ അംഗീകരിച്ചില്ല എങ്കിൽ അവനൊരു കോൺഫിഡൻസിന്റെ കുറവുണ്ടാവും, ആത്മവിശ്വാസം നഷ്ടപ്പെടും. ഈ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ആ സമയത്താണ് അവൻ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു കാര്യത്തിലും പങ്കെടുക്കത്തില്ല, എന്ത് ചെയ്താലും പേടി, എന്നെ കൊണ്ട് കഴിയില്ല. ഒരു പാട്ട് പാടാൻ വിളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പറയും എന്നെ കൊണ്ട് പാടാൻ കഴിയുന്ന കുട്ടിയായിരിക്കും, ഞാൻ പാടില്ല, അനഘ പാടും. അങ്ങനെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങളുടെ കുട്ടി വളരും. അത് വൈകാരികപരമായിട്ടുള്ള പ്രശ്നമാണ്. ഇനി മൂന്നാമത്തത് നിരന്തരമായിട്ടുള്ള ഭയവും നിരാശയും അല്ലേ? ഇത് വളരെ ഡേഞ്ചറാണ്. നമ്മൾ എപ്പോഴും കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടിക്കാലത്ത് ഓടിച്ചാടി നടന്ന കുട്ടിയായിരിക്കും, കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയായിരിക്കും, എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരിക്കും. ആ കുഞ്ഞിന് എപ്പോഴെങ്കിലും നിരാശ, ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എങ്കിൽ അതെവിടെ തുടങ്ങിയതാണ്? അവൻ ഈ 11 വയസ്സിന് മുമ്പേ, അവർക്ക് ആ 11 വയസ്സിന് മുമ്പേ നിങ്ങൾ അവളെ സ്നേഹിച്ച് കരുതലോടെ അവനെ ആത്മവിശ്വാസത്തോടെ വളർത്തിയില്ല എങ്കിൽ പിന്നീട് ഒരു കാലഘട്ടത്തിൽ ആ കുഞ്ഞിനുണ്ടാവാൻ പോകുന്നത് നിരാശയാണ്. ഈ ലോകം വ്യർത്ഥമാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ ഇവിടെ ഒന്നുമില്ല, ചുമ്മാ കട്ടിലിൽ കിടക്കുക, ഒരു കാര്യവും പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാതിരിക്കുക, ഇഷ്ടമുള്ള ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും മനസ്സുകൊണ്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, ഭയങ്കര നിരാശ. ഒന്ന് പറഞ്ഞ് പെട്ടെന്ന് എന്നെ കരയുക, പെട്ടെന്ന് എന്ത് പറഞ്ഞാലും വേഗം കരച്ചിൽ ആദ്യം വെക്കും. ഭയങ്കരമായിട്ടുള്ള സങ്കടമുഖത്ത് കാണും.
അത് നിരാശയുടെ, അത് 2 ആഴ്ചയിൽ കൂടുതൽ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആ കുട്ടി കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പെരുമാറ്റ പ്രശ്നങ്ങളെ കുറിച്ച് പറയാം. നിങ്ങളെപ്പോഴും സഫർ ചെയ്യുന്നത്, നിങ്ങളെപ്പോഴും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് കുട്ടികളുടെ ബിഹേവിയർ ആണ്, അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് നമ്മൾ ഒരു കാലഘട്ടത്തിൽ അവനെ കേട്ടില്ല എങ്കിൽ, സംരക്ഷിച്ചില്ല എങ്കിൽ, പിന്നീട് അവൻ ഇങ്ങോട്ട് കാണിക്കാൻ തുടങ്ങും. അമിത ഭയം, എല്ലാത്തിനും ദേഷ്യം, കോപം നിയന്ത്രിക്കാൻ ആവാതെ വരിക, ഇതെല്ലാം ബുദ്ധിമുട്ടിലാവുമ്പോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങും. അച്ഛന്റെ സ്വഭാവമായിരിക്കും, അമ്മയുടെ സ്വഭാവമായി, വീട്ടിലുള്ള പലരുടെയും സ്വഭാവമായിട്ട് നമ്മളിത് പറയും. നമ്മുടെ ആരുടെയും സ്വഭാവമല്ല, നമ്മൾ അവനെ കെയർ ചെയ്തില്ല, സംരക്ഷിച്ചില്ല എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. അപ്പൊ നമുക്കിത് ഓരോന്നായിട്ട് പറയാം. ഈ പെരുമാറ്റ പ്രശ്നങ്ങളിലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ആദ്യം പ്രകടിപ്പിക്കുന്നത് കോപം നിയന്ത്രിക്കാതെ വരികയാണ്. അടിപിടി, എല്ലാത്തിനും അടിപിടി. സ്കൂളിൽ തന്നെ കേൾക്കുന്നത് കൊച്ചിന് അടിപിടി ഉണ്ടാക്കി, വഴക്കുണ്ടാക്കി, സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചു, ദേഷ്യം മുന്നിൽ നിൽക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കോപിക്കുന്ന കുട്ടിയുടെ മനസ്സില് ഒരു കടല് ആർത്തിരങ്ങുന്നുണ്ട്, വേദനയാണ്. അവൻ എങ്ങനെ പ്രകടിപ്പിക്കണം, എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണമെന്നറിയില്ല. ഒരു വേദനയാണ് കോപമായി മാറുന്നത്, ദേഷ്യമായി മാറുന്നത്. ഈ കോപിക്കുന്ന കുട്ടികളെ, ദേഷ്യപ്പെടുന്ന കുട്ടികളെ നിങ്ങൾ ഒന്നിരുന്ന് സംസാരിച്ചാൽ അവർ ആദ്യം കരഞ്ഞു തുടങ്ങും. അവരുടെ മനസ്സിലെ ഒരു ആർത്തിരമ്പുന്ന തിരമാല പോലെ അവരുടെ വേദനയുണ്ട്. ചിലപ്പോൾ അച്ഛനും അമ്മയും 2 പാത്രങ്ങളായിരിക്കും. അവര് വിവാഹം കഴിച്ചൊരു കുഞ്ഞുണ്ടാക്കിയെങ്കിലേ ഉള്ളൂ, പക്ഷെ ഇപ്പോഴും സെപ്പറേറ്റഡ് ആയിട്ട് 2 അമ്പിനും വില്ലിനും എടുക്കാതെ നിൽക്കുന്നവരായിരിക്കും. അവിടെ കുഞ്ഞനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും അവൻ അമിതമായിട്ടുള്ള ദേഷ്യം കാണിക്കുന്നത്. അപ്പൊ നമ്മളെപ്പോഴും അച്ഛനും അമ്മയും എന്തായാലും പിരിഞ്ഞു, പിന്നെ ഇനി പഴിചാര. ഈ അമ്മ വീട്ടിലിരുന്നുകൊണ്ട് അമ്മ ഒളിയമ്പുകൾ അങ്ങോട്ടായിരിക്കും, അച്ഛൻ അച്ഛന്റെ വീട്ടുകാരുടെ സ്വഭാവമാണ് കാണിക്കുന്നത്. അച്ഛൻ പറയും അവളെ വളർത്തിയത് കൊണ്ടുള്ള സ്വഭാവമായത്, നിങ്ങൾ കൊടുത്ത ബുദ്ധിമുട്ടാണ് അവന്റേത്. ആ കോപം നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവനെ കേൾക്കാൻ തയ്യാറാവണം. അവന്റെ വികാരങ്ങളെ ആ തനതായ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവനെ ശീലിക്കണം. നിങ്ങൾക്ക് കേൾക്കാൻ സമയമുണ്ട് എന്ന്, നിങ്ങൾക്ക് പരിഹരിക്കാൻ മാർഗമുണ്ട് എന്ന് അവനൊരു ഉറപ്പ് കൊടുത്താൽ ഈ കോപം നിയന്ത്രിക്കാം. രണ്ടാമത്തെയാണ് എങ്കിൽ നിങ്ങൾ എപ്പോഴും സ്കൂളിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, അനുസരണയില്ല. ഒരു കാര്യം പറഞ്ഞാലും കേൾക്കില്ല, അല്ലെ? അനുസരണ ഇല്ലായ്മ. എന്താണ് എന്റെ പ്രശ്നം? ഈ അനുസരണ ഇല്ലായ്മ എന്ന് പറയുമ്പോൾ 2 രീതിയിലുണ്ട്. നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പല പേരൻസും എന്നോട് സംശയം ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ സ്കൂളിൽ നല്ല കുട്ടിയായിരിക്കും, പക്ഷേ വീട്ടില് ഭയങ്കര മോശക്കാരനായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും അനുസരിക്കത്തില്ല, ആ ടീച്ചർ പറഞ്ഞാലേ അവർ കേൾക്കത്തുള്ളൂ. സ്കൂളിൽ നല്ല കുട്ടിയായിരിക്കും. ഇനി 2ാമത്തെ തരമുണ്ട്, സ്കൂളിൽ മഹാവികൃതിയായിരിക്കും, ഒരു ടീച്ചർമാർ പറഞ്ഞ ഒരു കാര്യവും കേൾക്കത്തില്ല, അനുസരണ എന്ന് പറഞ്ഞ ഒരു സാധനയില്ല, പക്ഷെ വീട്ടിലെ സമൂഹത്തിലും നല്ല കുട്ടിയായിരിക്കും. അസംബ്ലിയിൽ നിൽക്കാൻ തന്നെ, ആ ഒരു നിയമം പാലിക്കാൻ തന്നെ അവന് ബുദ്ധിമുട്ടായിരിക്കും. നിയമങ്ങളെ അനുസരിക്കാതിരിക്കുക എന്നുള്ളത് അവന്റെ ശീലമാവും. ഇതൊരു പെരുമാറ്റ പ്രശ്നമാണ്, മരുന്ന് കൊടുക്കാണ്ട പ്രശ്നമാണ്. ഉള്ളിൽ മരുന്ന് കൊടുത്താൽ മാറുന്ന രോഗമാണ്. ഇതിന് പല പേരുകളുണ്ട്. നിങ്ങൾക്ക് ഞാൻ അത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. കണ്ടക്ട് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് രോഗങ്ങൾ ഇതിനകത്തുണ്ട്, കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വിദഗ്ധ ചികിത്സ കൊടുക്കേണ്ടടുത്ത് കൊടുത്ത് ആ കുഞ്ഞിനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതല്ല, ഇതൊരു ശീലമാണ്, ഇതൊരു മടിയൻ ചെറുക്കനാണ്, ഇതെല്ലാം അപ്പുറം കാണിക്കും എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. ദൈവത്തെ ഓർത്ത് അവന് കൊടുക്കാനുള്ള സമയത്ത് ആവശ്യമുള്ള കൗൺസിലും ചികിത്സയും മരുന്നുകളും ലഭ്യമാക്കണം. എന്നാൽ മാത്രമേ മാറുന്ന രോഗമാണ് ഇതെല്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറും, അവനെ വേറൊരു ജീവിതത്തിലേക്ക്, നല്ല ജീവിതത്തിലേക്ക് അവനെ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇതെല്ലാം ശരിയാവും, കുറച്ചു കാലം കഴിയുമ്പോൾ ശരിയാവും എന്ന് വിചാരിക്കരുത്. ഇതൊന്നും മൂർച്ഛിക്കത്തേ ഉള്ളോ, ശരിയാവത്തില്ല. അപ്പൊ വേണ്ട സമയത്ത് നിങ്ങൾ അവന് വേണ്ട ചികിത്സയും ആവശ്യമുള്ള കാര്യങ്ങളും കൊടുക്കുക. 2ാമത്തെ പെരുമാറ്റ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്, അനുസരണയില്ലായ്മ. 3ാമതാണെങ്കിലോ, ഇനി 3ാമത്തെ പ്രശ്നം, നിങ്ങൾ പല കുട്ടികളും കാണിക്കുന്ന ഒരു ബിഹേവിയർ ഉണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. ക്ലാസ്സില് ഈ ബെഞ്ചിൽ നിന്ന് അപ്പുറത്തോട്ട് ചാടുക, അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ചാടുക, ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് ചാടുക,
പഠിപ്പിക്കാൻ സമ്മതിക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അതൊരു രോഗാവസ്ഥയാണ്. അവന്റെ ഇമ്പൾസിനെ, അവന്റെ ശരീരത്തെയും മനസ്സിനെയും അവന് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു രോഗാവസ്ഥയാണത്. നമ്മളെപ്പോഴും പല ടീച്ചർമാരും പലപ്പോഴും പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, എന്ത് ശല്യമാണ്, എന്ത് ദുഷ്ടതയാണ് ആ കൊച്ചു കാണിക്കുന്നത്. നമുക്ക് ഇനിയിപ്പോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പേരൻസും ഉണ്ട്. കുറച്ചു കാലം കഴിയുമ്പോ ഇതൊരു ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഇതൊരു അമിത ചലനമാണ്, ശ്രദ്ധയില്ലായ്മയാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുവരും. അപ്പോഴേക്കും അവനെ വേഗം ചികിത്സിച്ച് മാറ്റേണ്ട ഒരു കാര്യത്തിന്റെ അതിന്റെ ഡ്യൂറേഷൻ, അതിന്റെ ദൈർഘ്യം നിങ്ങളത് കൂട്ടുന്നതേ ഉള്ളൂ. ഇനി കുറച്ചു കാലം അധികം നമ്മൾ മരുന്ന് കൊടുക്കേണ്ടി വരുന്നേ ഉള്ളൂ. അപ്പോ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ വേഗം ചികിത്സ കൊടുക്കുക. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത ചലനമുള്ള ശ്രദ്ധയില്ലാത്ത കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്തി ഇങ്ങനെ വച്ച് പുലർത്തി അവന് മരുന്നും കൊടുക്കാതെ ട്രീറ്റ്മെന്റും ചെയ്യാതെ അവനെ തഴച്ചിട്ടിരിക്കുന്നതിന് പകരം അവന് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. ഇതൊരു ബിഹേവിയറൽ പ്രശ്നമാണ്. മനസ്സിലായോ? ഇതിലെപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അവൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ തിരിഞ്ഞിരിക്കുന്നു, കുട്ടികളെ നോക്കി ചിരിക്കുന്നു, അവന് അനുസരണയില്ല, അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ഒരു ശ്രദ്ധയും ഇല്ല, ക്ലാസ്സിൽ വരത്തില്ല. ഇതെല്ലാം കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക പെരുമാറ്റ പ്രശ്നങ്ങളാണ് എന്ന്. ഇനി ഈ അറ്റൻഷൻ ഡെഫിസിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഉണ്ട് ഈ പെരുമാറ്റത്തിൽ. നിങ്ങളുടെ കുട്ടികൾ എപ്പോഴും ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിന് അടിമയായിരിക്കും. ഒന്നിനെ ആശ്രയിക്കുക അമിതമായി. അത് ഫോണാവാം, എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളാവാം. ലഹരി എന്ന് പറയുന്നത് എന്താണ്? ലഹരി എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് എടുക്കുന്നത് മാത്രമല്ല ലഹരി. കഞ്ചാവോ MDMA ഹാഷിഷോ മാത്രമല്ല ലഹരി. ഈ കാണുന്ന ഫോൺ ആയാലും സ്ക്രീൻ ആയാലും ഗെയിം ആയാലും നിങ്ങളുടെ അടുക്കളയിൽ ഏതെങ്കിലും ഒരു സാധനം അമിതമായി ഉപയോഗിക്കുന്നതായാലും ലഹരിയാണ്. ആ ലഹരി എന്താണെന്ന്, അവന്റെ ലഹരി എന്താണെന്ന് മനസ്സിലാക്കണം. അവൻ അമിതമായിട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ? ഇതെല്ലാം പെരുമാറ്റ പ്രശ്നങ്ങളാണ്. ഈ പെരുമാറ്റ പ്രശ്നങ്ങളെ വേണ്ട വിധത്തിൽ ചികിത്സിക്കണം. നിങ്ങൾക്ക് ഈ ഫോൺ അഡിക്ഷനൊക്കെ നല്ല ട്രീറ്റ്മെന്റുകളുണ്ട്. ഫോൺ അഡിക്ഷൻ മാറ്റിയെടുക്കണം. ഫോൺ അഡിക്ഷനിൽ കുട്ടികൾ ഒരു സ്ക്രീനിന് അഡിക്റ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് സ്കൂളിൽ വരാൻ തോന്നത്തില്ല. അവന്റെ ഈ തല കുമ്പിട്ടിരിക്കും. അവൻ കണ്ണുകൾ കൊണ്ട് വേറൊരാളെ നോക്കത്തില്ല. പൊതുവെ അവന് വികാരപരമായിട്ടും അവന്റെ പെരുമാറ്റത്തിനൊക്കെ ബുദ്ധിമുട്ട് കാണിക്കും. അവൻ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങത്തില്ല, മുഖത്ത് നോക്കി സംസാരിക്കില്ല, അവന് ആഹാരമോ ഉറക്കമോ ഉണ്ടാകത്തില്ല ഈ ഫോൺ അഡിക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ. അപ്പോ കുറച്ചു കാലം കഴിഞ്ഞാൽ മാറും. ഫോണല്ലേ, ചില അമ്മമാർ അങ്ങോട്ട് കൊടുക്കും, ഇന്നാ മകനെ കുറച്ചു നേരം ഉപയോഗിച്ചോ, ഞാൻ എന്റെ ജോലി ചെയ്യട്ടെ. ഒരിക്കലും അത് ആവർത്തിക്കരുത്. കുറച്ചു കാലഘട്ടം കഴിയുമ്പോൾ ഭയങ്കര ഉപദ്രവമായിരിക്കും. ഫോൺ എന്ന് പറയുന്ന സാധനം സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ അതങ്ങ് മാറും. പിന്നെ ഫ്രീ ഫയറും മറ്റു ഗെയിമുകളിലാവും. അത് കഴിയുമ്പോൾ ലഹരിയിലേക്ക്, അതും കിട്ടാതെ ഇതൊന്നും അല്ല എന്റെ ലഹരി എന്ന് മനസ്സിലാക്കി അവൻ വല്ല കഞ്ചാവും MDMA ഹാഷിഷും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറും. അപ്പൊ ലഹരി തുടങ്ങുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണ്. നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങളുടെ സഹോദരങ്ങളോ ഉപേക്ഷിച്ച് കളയുന്ന ബീഡിക്കുട്ടിന്ന് തന്നെയാണ് ഓരോ കുട്ടിയും ലഹരി ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, എന്റെ വീട്ടിലെ എന്റെ ഭർത്താവ് സിഗരറ്റ് മാത്രമേ വലിക്കുള്ളൂ, പിന്നെ എന്റെ മകൻ എങ്ങനെയാണ് MDMA ആയത്, അല്ലെങ്കിൽ കഞ്ചാവ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത്. ആ ലഹരി തന്നെയാണ് അവന് അതിന്റെ ഉത്തേജനം കിട്ടുന്നത്. ആ ബീഡിക്കുട്ടി വലിച്ചു കളയുമ്പോൾ അവന് കിട്ടുന്ന ആ ഒരു സന്തോഷമാണ്, വികാരമാണ്, അല്ലെങ്കിൽ ലഹരിയാണ് പിന്നീട് അതിനേക്കാൾ വലുതുപയോഗിക്കണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മളെ കണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകൾ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക്, വേറെ ഒരിടത്തൊന്നുമല്ല. അത് ആദ്യം മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവണം, വിവേകം നിങ്ങൾക്കുണ്ടാവണം. നമ്മുടെ ലഹരി പദാർത്ഥങ്ങളായാലും കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നങ്ങളായാലും വൈകാരിക പ്രശ്നങ്ങളായാലും നിങ്ങൾ മനസ്സിലാക്കണം. ചെറുതാണ്, പോട്ടെ എന്ന് വയ്ക്കരുത്.